പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചാണ്. ആദ്യം പങ്കുവെക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ്, റോ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം കൂട്ടുകാർ ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സോണി ചാനലുകളിൽ തന്നെയാണ് റോയും സ്മാക്ഡൗണും NXTയും ഒക്കെ മാർച്ച് അവസാനം വരെ ടെലികാസ്റ്റ് ചെയ്യുക. മാർച്ചിന് ശേഷം ഏപ്രിൽ തൊട്ടിട്ട് എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. നെറ്റ്ഫ്ലിക്സിലാണോ സോണിയിലാണോ അവർ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സ്ട്രീം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ ഞാൻ നിങ്ങളിലേക്ക് എത്താം. എന്തായാലും മാർച്ച് 31 വരെയുള്ള എല്ലാ WWE ഷോസ് ലൈവ് ആയാലും റീടെലികാസ്റ്റ് ആയാലും അത് സോണിയിലൂടെയും സോണി ലിവ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും മാത്രം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആദ്യം പങ്കുവെക്കാനുള്ളത് റോയ് അടുത്ത എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് ന്യൂ ഡേ ടീം റിട്ടേൺ ടു ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. എതിരാളികൾ ആരാണെന്ന് ഉറപ്പായിട്ടില്ല. അവരുടെ ഒരു ടാഗ് ടീം മത്സരം അടുത്ത റോയിൽ നടക്കാൻ പോകുന്നുണ്ട്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഹോൾ ഓഫ് ഫെയിമറായ JBLൻ്റെ റിട്ടേൺ ആണ്. JBLൻ്റെ സെഗ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും JBL ആ റിട്ടേൺ ചെയ്ത് വരുന്ന സെഗ്മെൻറ്റിൽ മറ്റ് യുവതാരങ്ങളുടെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തേത്, അതായത് അടുത്ത റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റായിട്ട് വരാൻ സാധ്യത കൂടുതലുള്ളത് സെത്ത് റോളിൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. അപ്പോൾ ഈ ഒരു സിംഗിൾസ് മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കണം. അതിൽ ആദ്യത്തേത് മെൻസ് റോയൽ റംബിൾ മത്സരത്തിലേക്കുള്ള പുതിയ പാർട്ടിസിപ്പൻസിനെ ഇന്നത്തെ റോയിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് CM പങ്ക്, സെത്ത് റോളിൻസ്, ഡ്രൂ മാക്കിൻറ്റയർ, ജെ ഊസോ, LA നൈറ്റ് ഇവരൊക്കെ റോയൽ റംബിളിലേക്കുള്ള എൻട്രി ഇന്നത്തെ റോയിലൂടെ പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കുകയുണ്ടായി. ഇവരെ കൂടാതെ ജോൺസനെയും റോമൻ റെയിൻസും കഴിഞ്ഞ ആഴ്ച തന്നെ റോയൽ റംബിളിൻ്റെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്നുള്ളതും ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് CM പങ്ക്, സെത്ത്, ഡ്രൂ തുടങ്ങിയവരുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. CM പങ്ക് വന്നിട്ട് ഇപ്പോൾ ലോസ് ഏഞ്ചലസ് കാലിഫോർണിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ തീപിടുത്തത്തെ സംബന്ധിച്ചും അതിനെ തീയണയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നവരെ സംബന്ധിച്ചും മെക്സിക്കോ, കാനഡയിൽ നിന്നുള്ള ആ ഫയർ വർക്കേഴ്സിനെയൊക്കെ സംബന്ധിച്ചും CM പങ്ക് സംസാരിക്കുന്നുണ്ട്. അവരെയൊക്കെ താൻ അനുമോദിക്കുന്നു എന്നുള്ളതും CM പങ്ക് പറഞ്ഞു തുടങ്ങുന്നു. പിന്നീട് സ്റ്റോറി ലൈനിലേക്ക് CM പങ്ക് കടക്കുകയാണെങ്കിൽ താൻ സെത്തിനെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ചും അതിനുശേഷം ആ റസൽമീനിയ ലോഗോ ഇല്ലാത്ത റസൽമീനിയ ലോഗോയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CM പങ്ക് അദ്ദേഹം റോയൽ റംബിളിൽ വിജയിച്ചുകൊണ്ട് റസൽമീനിയ മെയിൻ ഇവൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് എന്നുള്ളതുമൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് സെത്തിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. സെത്ത് അങ്ങോട്ടേക്ക് വരുന്നു. പതിവ് പോലെ സെത്ത് തുടക്കത്തിലേ പറയുന്നത് CM പങ്കിൻ്റെ പോലെയല്ല, ഞാൻ തോറ്റിട്ടും ഇവിടെ വന്നു, CM പങ്ക് ആണെങ്കിൽ കമ്പനി വിട്ടു പോകും എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടുള്ള ഇവരുടെ ഈ ഒരു സംസാരം. അതിൻ്റെ ഇടയിലേക്ക് ഡ്രൂ മാക്കിൻറ്റയറും കൂടി കയറി വരുന്നു. ഡ്രൂ മാക്കിൻറ്റയർ സെത്തിനെ ഉന്നം വെച്ചിട്ടാണ് പറയുന്നത്. അതായത് റോമൻ റെയിൻസ് ട്രൈബൽ ചീഫ് പൊസിഷനൊക്കെ വീണ്ടെടുക്കുകയാണ്, നീയാണെങ്കിൽ സാമിയുടെയും ജെ ഊസോയുടെയും ഒക്കെ ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. റോമൻ ആ തരത്തിൻ്റെ പ്രതാപകാലത്തിലേക്ക് തിരികെ പോകുന്നു, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനിടയിലേക്ക് CM പങ്ക് ഇടപെടുന്നു. അപ്പോൾ ഡ്രൂ പറയുന്നുണ്ട്, ഇതാണ് CM പങ്കിൻ്റെ പ്രശ്നം, എല്ലാതും അദ്ദേഹത്തിലേക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാത്തിലും തലയിടും, ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നീട് ഒരു ട്രിപ്പിൾ ത്രെറ്റ് ഫൈറ്റ് നടക്കുമെന്നുള്ളത് നമ്മളെ തോന്നിപ്പിച്ചു. പക്ഷേ ഡ്രൂ മാക്കിൻറ്റയർ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് സെത്ത് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തന്നുള്ള ഒരു സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മറ്റൊരു ഡെവലപ്മെൻറ്റ് വുമൻസ് റോയൽ റംബിളിലേക്കുള്ള ഒരു ആദ്യ എൻട്രി കൺഫേം ആയിട്ടുണ്ട്. നയ ജാക്സ് വുമൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കുമെന്നുള്ളതും ഇന്നത്തെ റോയിൽ വന്നിട്ട് താരം കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് ജനുവരി 26 നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന TV സ്പെഷ്യൽ എപ്പിസോഡിൽ ആ സ്പെഷ്യൽ എപ്പിസോഡിലേക്കുള്ള ആദ്യ 2 മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഷെയ്മസ് നിലവിലെ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കറിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്മസിന് ഈ ഒരു മത്സരത്തിലേക്ക് എത്താനുള്ള സ്റ്റോറി അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. ലുഡ്വിഗ് കൈസറിനെ ഒരു ഗംഭീര മത്സര പ്രകടനത്തോടു കൂടി ഷെയ്മസ് പരാജയപ്പെടുത്തുന്നത്, പിൻഫോളിലൂടെ ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയം നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം റിംഗ് സൈഡിലുണ്ടായിരുന്ന ബ്രോൺ ബ്രേക്കറുമായിട്ട് 1-2 പറഞ്ഞ് വാക്കുതർക്കമാകുന്നതും തുടർന്നാണ് പിന്നീട് ഈ ഒരു ഇന്റർ കോണ്ടിനെൻ്റൽ മത്സരം ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 26 ഷെയ്മസിന് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകാനുള്ള മറ്റൊരു അവസരം കൂടി വരികയാണ്. ഷെയ്മസ് ഇതിനു മുൻപുള്ള ഇന്റർ കോണ്ടിനെൻ്റൽ മത്സരങ്ങളിലൊക്കെ പരാജയപ്പെട്ടു. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ ഷെയ്മസ് വിജയിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ഗുന്തർ മെയിൻ ഇവൻറ്റ് ജെ ഊസോയ്ക്കെതിരെയാണ് ഈ ഒരു മത്സരം കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗുന്തർ ജെ ഊസോയെ നേരിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗുന്തറിന് തന്നെയാണ് ആ ഒരു വിജയസാധ്യത കൂടുതലുള്ളത്. ഗുന്തറിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വലിയൊരു പുഷൊന്നും ജെ ഊസോയ്ക്ക് കിട്ടില്ല. കാരണം ഗുന്തർ പെർഫോമൻസിൻ്റെ ഒരു ഇതുകൊണ്ട് അദ്ദേഹം ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അവിടേക്ക് ക്രൗഡിൻ്റെ സപ്പോർട്ടായിട്ട് പോയ ജെ ഊസോ പരാജയപ്പെടും എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള 2 മത്സരങ്ങൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന അടുത്ത TV സ്പെഷ്യൽ എപ്പിസോഡിൽ ജനുവരി 26 സൺഡേ കൺഫേം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് പെൻഡ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഒരു ഗംഭീര പെർഫോമൻസ് പെൻഡ എന്ന മുൻ AEW വേൾഡ് ടാഗ് ടീം ചാമ്പ്യനായിരുന്ന താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് WWE ഡെബ്യൂ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകം എടുത്തു പറയേണ്ടത് ജാഡ് ഗേബിളിൻ്റെ പെർഫോമൻസ് ആണ്. പെൻഡ എന്ന ഹൈ ഫ്ലൈയിങ് റെസ്ലറിനെതിരെ ജാഡ് ഗേബിൾ അദ്ദേഹം ഒരു ഫസ്റ്റ് മത്സരമാണ് കളിക്കുന്നത് എന്നുള്ളത് പോലും തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സെല്ലിംഗ് ഒക്കെ നടത്തിയിട്ട് ഗംഭീരമായിട്ടുള്ള മത്സരമാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ജാഡ് ഗേബിളാണ്. ആ കനേഡിയൻ ഡിസ്ട്രോയർ എന്ന് പറയുന്ന മൂവൊക്കെ ജാഡ് ഗേബിൾ സെൽ ചെയ്യുന്നത് കണ്ടാൽ നമ്മളിങ്ങനെ അന്തം വിട്ടു പോകും. കാരണം ജാഡ് ഗേബിൾ അത് അത്രയും മികച്ച രീതിയിൽ ആ ഒരു മൂവ് എങ്ങനെ ഒരു റെസ്ലർ ഏറ്റുവാങ്ങുമ്പോൾ അത്രയും മികച്ചതാക്കിയിട്ട് അദ്ദേഹം അത് സെല്ല് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ജാഡ് ഗേബിൾ എന്ന് പറയുന്ന റെസ്ലറുടെ ആ ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ പെൻഡ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ആ ഒരു ഗംഭീര പെർഫോമൻസ് അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു TV ടൈം എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വൺ മാൻ ഷോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു റെസ്ലറിന് ഒരു ഡെബ്യൂ മാച്ചിൽ WWE ഇത്രയും ഒരു TV ടൈം കൊടുക്കുന്നു, ഇത്രയും നല്ല പെർഫോം ചെയ്യാനുള്ള നല്ല മൂവ്സ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഭാവിയിൽ പെൻഡ എന്ന് പറയുന്ന റെസ്ലറിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ പദ്ധതികൾ WWE ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ട്രിപ്പിൾ എച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളിലെ ഒരാളാണ് പെൻഡ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് മെയിൻ റോസ്റ്ററിലേക്കും താരത്തെ ഡെബ്യൂ ചെയ്യിപ്പിച്ചത്. പെൻഡ എന്ന റെസ്ലറുടെ ഡെബ്യൂവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. ജഡ്ജ്മെൻറ്റ് ഡേയും ഡാമിൻ പ്രീസ്റ്റും തമ്മിലുള്ള സ്റ്റോറി ഇന്നത്തെ റോയുടെ മെയിൻ ഇവൻറ്റിലെ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തോടു കൂടി അവസാനിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഞാൻ വ്യക്തിപരമായി പറയുകയാണ്. ഇനിയും ഈ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. മത്സരങ്ങളൊക്കെ അതികിടിലമാണ്. ഇന്നത്തെ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മോശം പറയാൻ സാധിക്കാത്ത ഒരു മെയിൻ ഇവൻ്റ് മത്സരമായിരുന്നു. കാരണം ക്രൗഡിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് അവർ ആ ഒരു മുകളിലത്തെ ലെവലിൽ നിന്ന് ആ ഫാൽക്കൻ വരെ ചെയ്യുന്നതും പിന്നീട് ഫിൻ ബെലറിനെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നതും അവിടെ ഡെവിൻ പ്രീസ്റ്റ് തിരിച്ചടിക്കുന്നതും പിന്നീട് മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ അതിഗംഭീരമായിട്ടുള്ള സ്റ്റോറി ലൈൻ കണക്ഷനുള്ള ഒരു പോയിന്റുകൾ തന്നെയായിരുന്നു. എന്തായാലും ഈ മത്സരം അതിഗംഭീരമാണെന്ന് പറയാമെങ്കിലും സ്റ്റോറി ഇനി മുന്നോട്ട് പോയാൽ ആരാധകർ തന്നെ ഈ ഒരു മത്സരങ്ങളെ സെഗ്മെൻറ്റിനെയൊക്കെ നല്ല രീതിയിൽ കൂവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റോറി ഇവിടം വെച്ച് അവസാനിപ്പിക്കണം. ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റിലെ വിജയം ഡെവിൻ പ്രീസ്റ്റിന് കൊടുക്കുന്നതോടുകൂടി ഈ സ്റ്റോറി ഇവിടം വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഡെമിൻ പ്രീസ്റ്റിനാണ് മത്സരത്തിലെ വിജയസാധ്യത എപ്പോഴും കൂടുതലുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിലും ഫിൻ ബാലറിനെ ഇത്തരത്തിൽ നിരന്തരമായി തോൽപ്പിക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ ഒരു എന്താ പറയുക, നമുക്കത് യോജിക്കാൻ സാധിക്കാത്ത ഒരു പോയിൻ്റാണ്. ഫിൻ ബാലർ 2016 ഫസ്റ്റ് യൂണിവേഴ്സൽ ചാമ്പ്യനൊക്കെ ആയിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ ഗ്രാഫ് താഴോട്ടേക്ക് പോയി. ഒരു വല വരച്ചിട്ടാണെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് പിന്നീട് മെല്ലെ നിന്ന് പൊന്തി വന്ന ഒരു താരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പിന്നെയും അദ്ദേഹം താഴത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫിൻ ബാലറിന് 2025 വേൾഡ് ടൈറ്റിൽ പുഷൊക്കെ കിട്ടുമെന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന മത്സരങ്ങളുടെ റിസൾട്ടൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തെ മിഡ് കാർഡിൽ നിന്നും ജോബറാക്കാനുള്ള രീതിയിലാക്കാണോ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംശയവും എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ഇന്നത്തെ റോയിൽ നമുക്ക് ഏക ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കാണാൻ സാധിച്ചത് വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു. ആ ഫൈനൽ മത്സരത്തിൽ ലൈറ വാൽക്കീരിയ ഡക്കോട്ട കൈയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇനോഗ്രൽ വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് കിടിലൻ പെർഫോമൻസ് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കാണാൻ സാധിച്ചു. നമുക്കെല്ലാം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ലൈറ വാൽക്കീരിയ ആ മത്സരത്തിൽ വിജയിക്കുന്നു. ആദ്യത്തെ വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആകുന്നു. ലൈറ വാൽക്കീരിയ മെയിൻ റോസ്റ്ററിലേക്ക് വന്നപ്പോൾ തന്നെ താരത്തിനെ നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റ് ആ താരത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള റെസ്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ പുഷ് ഒരു പരിധി വരെ അവരൊന്ന് കുറച്ച് കൊണ്ടുവന്നു. എന്നിട്ട് മിഡ് കാർഡ് ടൈറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ലൈറ വാൽക്കീരിയക്ക് ആ മിഡ് കാർഡ് ലെവലിലേക്കുള്ള ചാമ്പ്യൻ ആകുന്ന രീതിയിലേക്കുള്ള ഒരു പുഷ് കൊടുത്തു, ചാമ്പ്യൻ ആക്കി. അപ്പോൾ ലൈറ വാൽക്കീരിയ എന്ന് പറയുന്ന റെസ്ലറിനെ ഇനി വുമൻസ് ചാമ്പ്യൻ ആക്കുന്ന സ്റ്റോറിയൊക്കെ ഉടനെ കാണാൻ സാധിക്കും. ലൈറ
വാൽക്കീരിയ എന്ന് പറയുന്ന റെസ്ലറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ പദ്ധതികളുണ്ട്. അതിലേക്കുള്ള ആദ്യ സ്റ്റെപ്പാണ് ഈ ഒരു ഇനോഗ്രൽ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് അതികിടിലമായിട്ടാണ് ഫീൽ ചെയ്തത്. പ്രീമിയർ ചെയ്യപ്പെട്ട എപ്പിസോഡിനേക്കാൾ രണ്ടാമത്തെ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിലെ ഇന്നത്തേത് കുറച്ചും കൂടി മത്സരങ്ങൾക്കും സ്റ്റോറി ലൈനിനും കുറച്ച് കൂടുതൽ ഒരു കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ഒരു കണക്ഷൻ കൊടുത്തതായിട്ട് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.